കൃഷിവകുപ്പിന്റെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂരിൽ കിസാൻ മേള സംഘടിപ്പിച്ചു. മേളയിൽ ജൈവ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒപ്പം ക്ലാസുകളും നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിസാൻ മേള സംഘടിപ്പിച്ചത്. കർഷകരുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒപ്പം ജൈവ ഉൽപാദനോപാധികളുടെ വിതരണവും മേളയിൽ നടന്നു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മേള ഉദ്ഘാടനം ചെയ്തു. ഈ കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനത്തെ പ്രസംഗിക്കുമ്പോൾ ആർക്കും കടിച്ചപ്പൊട്ടാത്ത വാക്കായിരുന്നു. ഇപ്പം നമ്മുടെ വയറ്റ് തടിക്കുക, നമ്മുടെ തടിക്കാണ്. ഇപ്പോൾ ഇന്നലെ നല്ല മഴ, എവിടെ കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ടോ നല്ല ചൂട്. ഇപ്പം സാധാരണ പറയാം, കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിൽ തോന്നും അല്ലേ. ഇപ്പം മീനെന്ന് പറഞ്ഞാൽ അത്യുഷ്ണമാണ്. അപ്പം പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന അനന്തരഫലങ്ങളിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനുഷ്യനെയും അതുപോലെ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയും ജൈവവ്യവസ്ഥയാണ്. ഇവിടെ നാം കാണേണ്ടത് നമുക്ക് ആ പഴയ കാർഷിക സംസ്കാരം എങ്ങനെ തിരിച്ചു പിടിക്കാം. ഞങ്ങളൊക്കെ ഒരു പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. പഴയ അനുഭവ സമ്പത്തുള്ള ഒരു തലമുറയിൽ പ്രത്യേകിച്ച് ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധാരം എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷനായി. ജൈവോൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ KN ജ്യോതികുമാരി നിർവഹിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി. ജൈവസസ്യ സംരക്ഷണ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ വിനീത, ജൈവകൃഷിയിൽ കർഷകന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് സുരേഷ് കല്ലത്ത്, ആഗ്രോ സർവീസ് സെന്റർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആഗ്രോ സർവീസ് പ്രസിഡന്റ് TV തങ്കമണി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പരിപാടിക്ക് ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.